ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു സ്വീറ്റ് ആയിട്ടാണ് കേട്ടോ, സെമിയ കേസരി ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്, എന്നാൽ നല്ല ടേസ്റ്റുമാണ്. നമ്മൾ ഇതിൻ്റെ മുമ്പ് ഈ ചാനലിൽ ഒരു കേസരിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് അത്യാവശ്യം നല്ല വ്യൂസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം, ഒന്ന് പോയിട്ട് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നെയ്യ് നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ അണ്ടിപ്പരിപ്പും മുന്തിരി ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ ചാനലിൽ ആരെങ്കിലും പുതിയതായിട്ട് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ ചാനൽ വഴി നമ്മൾ റെസിപ്പീസ്, അതേപോലെ ഡ്രസ്സ് ഡിസൈനിങ് ഒക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ അതിലൊക്കെ താല്പര്യമുള്ള ആളുകൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു 2-2.5 കപ്പോളം സേമിയ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സേമിയ വറുക്കാത്ത സേമിയ ആണെങ്കിലും വറുത്ത സേമിയ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് നെയ്യിലൊന്ന് വഴറ്റിയെടുക്കുക. വറുക്കാത്ത സേമിയ ആണെങ്കിൽ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് വറുത്തിട്ട് വരട്ടെ. അപ്പോൾ ഇപ്പോൾ സേമിയ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്, കരിഞ്ഞു പോവാതെ നോക്കണം കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഞാൻ നമ്മുടെ സേമിയൊക്കെ മാറ്റിയിട്ടുണ്ട്. ആ ഒരു പാനിലേക്ക് തന്നെ ഞാൻ ഒരു 1.5 കപ്പ് പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു കപ്പിന്, നമ്മൾ സേമിയ അളന്നെടുത്ത് ഈ ഒരു കപ്പിന് 2.5 കപ്പോളം സാധാ വെള്ളം കൂടെ ഒന്ന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളൊരു 2-2.5 കപ്പോളം വെള്ളവും ബാക്കി ഒരു 1.5 കപ്പോളം പാലുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. വെള്ളത്തിൻ്റെ കണക്കൊക്കെ നമ്മൾ 2.5 കപ്പ് സേമിയ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കണക്കിന് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഈ ഒരു പാല് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. നമുക്ക് ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഈ ഒരു പാല് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള സേമിയ ചേർത്ത് കൊടുക്കാം. അപ്പോൾ സേമിയ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ നോമ്പിനൊക്കെ സാധാരണ എണ്ണയിൽ വറുത്ത് കോരുന്ന സ്നാക്സൊക്കെ അല്ലേ കഴിക്കുക. അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് ഇതുപോലെ എണ്ണ ഒന്നും യൂസ് ചെയ്യാത്ത ഇതുപോലത്തെ കേസരിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റുമാണ്. നമുക്ക് നോമ്പിനൊക്കെ അത്യാവശ്യം നമുക്ക് കഴിക്കാനൊക്കെ നല്ലതുമാണ്. ഇനി ഇതിലേക്ക് ഞാനൊരു 2 ഏലക്കായി ഒന്ന് കുത്തിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഏലക്കായിൻ്റെ പൊടിയാണെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഒരു കളറിന് വേണ്ടിയിട്ട് ഞാനിതിലേക്ക് യെല്ലോ കളർ, ഫുഡ് കളർ ഒരു ഡ്രോപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താലും മതി. മഞ്ഞൾപ്പൊടി പാലിൽ മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഫുഡ് കളർ ഉള്ളതുകൊണ്ട് ഫുഡ് കളർ ചേർത്ത് കൊടുത്തു. ഒരു ഡ്രോപ്പ് ഇറ്റിച്ച് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ വീഡിയോയിൽ നല്ല മഞ്ഞ കളർ കാണുന്നുണ്ട്. അത് നമ്മൾ വീഡിയോൻ്റെ ക്യാമറയുടെ ആ ഒരു ഫ്ലാഷൊക്കെ അടിച്ചിട്ടാണ് കേട്ടോ. അത്ര മഞ്ഞ കളറ് നല്ലൊരു ഭംഗിയുള്ളൊരു കളറായിട്ടാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഈ പാലും ഈ ഒരു സേമിയയിൽ നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അത്യാവശ്യം വെള്ളമൊക്കെ വറ്റി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ നെയ്യും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അത്യാവശ്യം നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഒരു സമയത്ത് നമ്മൾ ആ ഒരു കപ്പിന് തന്നെ ഒരു 3/4 കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പഞ്ചസാര നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് 3/4 കപ്പ് ചേർത്ത് കൊടുത്തപ്പോൾ അത്യാവശ്യം ഒരു കുഴപ്പമില്ലാത്ത മധുരം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ കേസരി ആകുമ്പോൾ അത്യാവശ്യം നല്ല മധുരം വേണം. അപ്പോൾ പഞ്ചസാര ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് എടുക്കുന്ന സമയത്ത് അതൊന്ന് ഉരുകി വരുമ്പോൾ അത്യാവശ്യം ഒരു വെള്ളം പോലെ ഒരു ലൂസ് പരുവത്തിലായിരിക്കും നമ്മൾ ഇത് കിട്ടുക. അപ്പോൾ അത് കുഴപ്പമില്ല. നന്നായിട്ടൊന്ന് കത്തിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് ഒന്ന് ഡ്രൈ ആക്കി എടുത്താൽ മതി. ഇനി ഒരു സമയത്ത് നമ്മൾ വറുത്ത് കോരി വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരി ഒന്ന് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഏത് നട്ട്സ് വേണമെങ്കിലും ഈ സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ബദാമോ കടല ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് ഈ ഒരു പാനിൽ നിന്ന് വിട്ടു പോരുന്നൊരു പരുവായിട്ടുണ്ട്. ഈ ഒരു ഇതിലാണ് വേണ്ടത് കേട്ടോ. ഈ ഒരു പരുവത്തിലാണ് വേണ്ടത്.
ഈ ഒരു പാനിൽ നിന്ന് ഇങ്ങനെ അത്യാവശ്യം നന്നായിട്ട് വിട്ടു പോരണം. ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഞാൻ നന്നായിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഏത് പാത്രത്തിലാണോ നമ്മൾ സെറ്റ് ചെയ്യാൻ വെക്കുന്ന ആ ഒരു പാത്രം എടുത്ത് വെക്കാം. അതിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ നമ്മൾ നെയ്യ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നെയ്യ് ഒഴിച്ച് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ അതുപോലത്തെ ഒരു പ്ലേറ്റാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു പ്ലേറ്റിലേക്ക് ഈ ഒരു ചൂടോടെ തന്നെ ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ സെറ്റ് ചെയ്യാൻ ചൂടോടെ തന്നെ ഇട്ട് കൊടുത്ത് സെറ്റാക്കി വെക്കണം. എന്നാലാണ് നല്ല സെറ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ എല്ലാ ഭാഗത്തേക്കൊന്ന് പരത്തി കൊടുത്തതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്ത് നല്ലൊരു ലെവലിലാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാ ഭാഗത്തും ഒരേ കനത്തിൽ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് ഇനി നമുക്ക് ചൂടാറാൻ വെക്കണം. അത്യാവശ്യം നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതൊന്ന് വേറൊരു പാത്രത്തിലേക്ക് നമുക്കിതൊന്ന് കമഴ്ത്തി കൊടുക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഈ ഒരു സൈഡൊക്കെ ഇതുപോലെ ഒന്ന് ഒരു കത്തി എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഒന്ന് വിടുവിച്ച് കൊടുക്കാം. അതിനുശേഷം വേറൊരു പാത്രം അല്ലെങ്കിൽ പ്ലേറ്റ് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് നമുക്കൊന്ന് കമഴ്ത്തി കൊടുത്താൽ മതി. ഈസി ആയിട്ട് തന്നെ വിട്ടുപോരും. നമ്മുടെ കേസരി അടിപൊളിയായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു ടൈമിൽ നമുക്ക് ഇതിൻ്റെ മുകളിൽ പിസ്ത അല്ലെങ്കിൽ ബദാമൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തതിന് ശേഷം അതിൻ്റെ ആ ഒരു പൊടി ഒന്ന് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ മുകളിൽ ഒരു ഭംഗിക്ക്, ഞാനൊരു വീഡിയോക്ക് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. കാരണം ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. കാരണം നമുക്കിതിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ കുറച്ച് ബദാം ഒന്ന് പൊടിച്ചിട്ട് ഇതിന് മുകളിലൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ അടിപൊളിയായിട്ടുള്ള കേസരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കട്ട് ചെയ്തിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഒന്ന് താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.